വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്കറിയാം, ആധാർ കാർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സിവിലിയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് ആണ്. മാത്രമല്ല, അത് റെസിഡൻസ് പ്രൂഫായിട്ടും ഗവൺമെൻറ് സബ്സിഡീസിനും ബാങ്ക് അക്കൗണ്ട്സിനും റേഷൻ കാർഡ്സിനും ഇൻകം ടാക്സ് പർപ്പസിനും മ്യൂച്വൽ ഫണ്ട്സിനുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. PFൻ്റെ ഈസി ഡിസ്പേഴ്സ്മെൻറ്റിനും ക്വിക്ക് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റിനുമെല്ലാം ആധാർ കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഈ ആധാർ കാർഡ് മൊബൈലിൽ ലഭ്യമാകുന്നതിന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതാണ് ആധാർ ലഭിക്കുന്നതിന് പ്ലേ സ്റ്റോറിൽ കയറി ആധാർ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും. അതിൽ കയറി ഇൻസ്റ്റലേഷൻ കൊടുക്കുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ മൈ ആധാർ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. അവിടെ നിങ്ങളുടെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ആധാർ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP യഥാസമയം ലഭിക്കുന്നതായിരിക്കും. ആ OTP എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ആധാർ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആധാർ യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ആധാറിൽ നിന്ന് തന്നെ ആധാർ ഡൗൺലോഡ് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനും അതുപോലെ ആധാർ ഡീറ്റെയിൽസ്, അതായത് മൊബൈൽ നമ്പർ, അഡ്രസ്സ് തുടങ്ങിയവ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും.